എന്റെ രോഗവും എന്റെ വേദനയും തിരുപാദത്തിലർപ്പിക്കുന്നു. നാഥാ വരേണമേ, സൗഖ്യം തരേണമേ. നാഥാ വരേണമേ, സൗഖ്യം തരേണമേ. വിശ്വാസത്തോടെ പാടി. നാഥാ വരേണമേ, സൗഖ്യം തരേണമേ. നമ്മുടെ രോഗങ്ങൾ ഓർത്തുകൊണ്ട് പാടി. നാഥാ വരേണമേ, സൗഖ്യം തരേണമേ. ഈശോ അണയും പാവന നിമിഷമിതാ, തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ. മമനാഥന് സ്തുതി പാടിടാം. മനവീണകൾ മീട്ടി പാടിടാം. മമനാഥന് സ്തുതി പാടിടാം. മനവീണകൾ മീട്ടി പാടിടാം. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. വിശ്വാസത്തോടെ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. കരങ്ങൾ നീട്ടിപ്പിടിച്ചു പാടി. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. അഭിഷേകത്തോടെ പാടി. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നമ്മുടെ കുടുംബത്തെ ഓർത്തു പാടി. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നമ്മുടെ കടബാധ്യതയെ ഓർത്ത് പാടി. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നമ്മുടെ തടസ്സങ്ങളെ ഓർത്ത് പാടി. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നമ്മുടെ മക്കളെ ഓർത്ത് പാടി. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. പ്രവാസ ജീവിതം നയിക്കുന്നവരെ ഓർത്തൊന്ന് പാടി. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നമ്മുടെ രോഗങ്ങൾ ഓർത്തൊന്ന് പാടി. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വേദനകളും സമർപ്പിച്ചെന്ന് പാടി. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പാടി. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നമ്മുടെ നിയോഗങ്ങൾ ഓർത്തുകൊണ്ട് പാടി. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കാം. ഈശോയുടെ സന്നിധിയിൽ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കാം. ഈ ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ നിങ്ങൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം, എൻ്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ എന്നെ രക്ഷിക്കാൻ എൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ, വേറെ ആർക്കും കഴിയില്ല.
ആ വിശ്വാസം മനസ്സിൽ ഏറ്റെടുക്കണം. എൻ്റെ ദൈവത്തിന് മാത്രമേ എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ പലരെയും സമീപിച്ചു, ആരും നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടില്ല. നമ്മൾ പലരുടെ അടുത്തേയും ചെന്ന് വാതുക്കൽ മുട്ടി, എന്നെ ഒന്ന് രക്ഷിക്കണം, എൻ്റെ ഈ പ്രശ്നത്തിന് ഉത്തരം തരണം, എൻ്റെ ഈ ബാധ്യത മാറ്റിത്തരണം, എൻ്റെ ഈ തടസ്സം മാറ്റിത്തരണം. പക്ഷെ ആർക്കും നമ്മളെ രക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ദൈവത്തിന് മാത്രമേ നിന്നെ രക്ഷിക്കാനായിട്ട് സാധിക്കൂ. ആ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാ നീ ആയിരിക്കുക. അതുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഈ ദിവ്യകാരുണ്യത്തെ നീ നോക്കുക, മറ്റുള്ളവരെ നീ നോക്കണ്ട, ദൈവത്തെ മാത്രം നീ നോക്കിയാൽ മതി. അവനെ നോക്കിയവരൊക്കെ സുഖം പ്രാപിച്ചിട്ടുണ്ട്, അവൻ്റെ അടുത്ത് നിലവിളിച്ചവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലൊക്കെ ആരൊക്കെ നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ അഭിഷേകം കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, 2 കരങ്ങൾ ഉയർത്തി എല്ലാം മറന്ന് ഈ ജീവിക്കുന്ന ദൈവത്തെ ഒന്ന് വിളിച്ച് സ്തുതിക്കാനായിട്ട് പോവുക. യേശുവിൻ്റെ നാമം, പരിപാവനമായ നാമം, അഭിഷേകമുള്ള നാമം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുക. നിന്റെ ശബ്ദമോ നിന്റെ ജീവിതത്തിൻ്റെ രോഗങ്ങളോ നീ നിമിഷം ഓർക്കണ്ട. ദൈവത്തെ മാത്രം നീ നോക്കിയാൽ മതി. അവനെ മാത്രം നിന്നെ രക്ഷിക്കാൻ, നിന്റെ പ്രശ്നങ്ങളിൽ നിന്റെ ജീവിതത്തെ കൈപ്പിടിച്ചുയർത്താൻ ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും 2 കരങ്ങൾ ഉയർത്തി എല്ലാം മറന്ന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആ ശക്തിയുള്ള നാമം, യേശുനാമം വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. 2 കരങ്ങൾ ഉയർത്തുന്ന സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ മക്കളിലേക്ക് നീ കടന്നു വരണേ. ഇവരുടെ പ്രാർത്ഥന നിയോഗങ്ങൾ നടത്തി കൊടുക്കണേ കർത്താവേ. ഇവരെ വിശുദ്ധീകരിക്കണേ കർത്താവേ. അഭിഷേകം കൊണ്ട് നിറയ്ക്കണേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ കൃപ കടന്നു വരട്ടെ കർത്താവേ. ഈ മക്കളെ വിശുദ്ധീകരിക്കണേ കർത്താവേ. അഭിഷേകം കൊണ്ട് നിറയ്ക്കണേ കർത്താവേ. സാത്താന്റെ എല്ലാ കുടിലതന്ത്രങ്ങളും ഈ സമൂഹത്തിൽ നിന്നും അകറ്റിക്കളയണേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ശിരസ് നമിച്ച് താണു വണങ്ങി പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് എന്നെന്നും ഞങ്ങളുടെ കൂടെ ജീവിച്ചു വാഴുന്ന പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് ഞങ്ങളെ രക്ഷിക്കാനായിട്ട് കടന്നു വന്ന പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് ഈ ദിവികാരുണ്യത്തിന്റെ മുൻപിലായിരിക്കുമ്പോ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് കൊടുക്കാം. നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ വലുതായിരിക്കാം, സങ്കടങ്ങൾ ഒത്തിരി ഉണ്ടാകാം മനസ്സില്. പക്ഷെ നീ ഓർക്കണം, നിന്റെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ദിവ്യകാരുണ്യം. ഈ ദിവ്യകാരുണ്യത്തിന് മുൻപില് ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആരൊക്കെ നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ടോ, ആരൊക്കെ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കാനായിട്ട് കടന്നു വരണമേ എന്ന് നിലവിളിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ ജീവിതത്തിൽ തമ്പുരാൻ ഇടപെട്ടിട്ടുണ്ട്. പ്രശ്നങ്ങളുടെ നടുവില് നിന്നെ ഒഴിവാക്കി പോകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നിന്റെ പ്രശ്നങ്ങളുടെ നടുവില് നിന്നെ കാത്തു സൂക്ഷിക്കാൻ, നിന്നെ രക്ഷിക്കാൻ കടന്നു വരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന്റെ മുൻപിലാ നീ ആയിരിക്കുക. നിന്റെ രോഗങ്ങളായിരിക്കാം, നിന്റെ മക്കളെ കുറിച്ചുള്ള ചിന്തകളായിരിക്കാം, നിന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളായിരിക്കാം, ഭർത്താവിന്റെ മദ്യപാന ശീലമായിരിക്കാം, എന്തു ആയിക്കോട്ടെ, നിന്നെ തകർക്കുന്ന പ്രശ്നങ്ങളുടെ മുൻപില് നീ ഒരു കാര്യം ചിന്തിക്കണം, എൻ്റെ ദൈവത്തിന് മാത്രമേ എൻ്റെ ഈ പ്രശ്നത്തെ മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ വലുതായിരിക്കാം, പക്ഷെ നിന്റെ തടസ്സങ്ങൾ മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന്, ഈ ദിവ്യകാരുണ്യത്തിന് കഴിയുമെന്ന് നീ തിരിച്ചറിയണം. അപ്പോഴാണ് നിന്റെ ജീവിതത്തില് അനുഗ്രഹങ്ങൾ ഉണ്ടാകുക, കൃപകൾ ഉണ്ടാകുക. സ്നേഹം നിറഞ്ഞവരെ,
ഈ ദിവ്യകാരുണ്യത്തിന് മുൻപിലായിരിക്കുമ്പോ നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രശ്നങ്ങളും ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോയോട് നമുക്ക് പറയാം. ഈശോയെ, എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ സങ്കടങ്ങളുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം വേദനകളുണ്ട്, എൻ്റെ ജീവിതത്തിലേക്ക് നീ ഒന്ന് കടന്നു വരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന്. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന്. ഈ ദിവ്യകാരുണ്യനാഥൻ എന്നെ അനാഥനായി വിടാത്ത ദൈവ, ആ ദൈവം എൻ്റെ അടുത്തേക്ക് വരുന്ന നിമിഷമാണ് ഇത്. സ്നേഹം നിറഞ്ഞവരെ, ഈ ദിവ്യകാരുണ്യത്തിന് മുൻപിലായിരിക്കുമ്പോ പരിശുദ്ധ ത്രിത്വത്തെ ഓർത്ത് നമുക്ക് ഈ നിമിഷം സ്തുതിച്ചു പാടാം. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ കൂടെയുള്ള നിമിഷമാണിത്. പരിശുദ്ധ ത്രിത്വം നമ്മളെ അനുഗ്രഹിക്കുന്ന ഈ നിമിഷത്തില് വിശ്വാസത്തോടുകൂടെ, ദൈവമേ, പരിശുദ്ധ ത്രിത്വത്തിന്റെ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുക്കണമേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയാനായി വിശ്വാസത്തോടെ നമുക്ക് ഈ നിമിഷം പാടി പ്രാർത്ഥിക്കാം. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ചേർന്ന് പാടിയേ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. കരങ്ങൾ ഉയർത്തി വീശി ആരാധന അങ്ങേക്ക്, ആരാധന ആരാധന അങ്ങേക്ക്, ആരാധന വിശ്വാസത്തോടെ ആരാധന അങ്ങേക്ക്, ആരാധന ആരാധന അങ്ങേക്ക്, ആരാധന. യേശുവിനാഥ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവിനാഥ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ചേർന്ന് പാടിയേ. യേശുവിനാഥ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവിനാഥ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. കരങ്ങൾ ഉയർത്തി വീശി ആരാധന അങ്ങേക്ക്, ആരാധന യേശുവേ, ആരാധന അങ്ങേക്ക്, ആരാധന വിശ്വാസത്തോടെ ആരാധന അങ്ങേക്ക്, ആരാധന ആരാധന അങ്ങേക്ക്, ആരാധന. ഒരിക്കൽ കൂടി ആരാധന അങ്ങേക്ക്, ആരാധന യേശുവേ, ആരാധന അങ്ങേക്ക്, ആരാധന. പാവനാത്മാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനാത്മാവേ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ചേർന്ന് പാവനാത്മാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനാത്മാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. കരങ്ങൾ ഉയർത്തി വീശി ആരാധന അങ്ങേക്ക്, ആരാധന ആത്മാവേ, ആരാധന അങ്ങേക്ക്, ആരാധന വിശ്വാസത്തോടെ ആരാധന അങ്ങേക്ക്, ആരാധന യേശുവേ, ആരാധന അങ്ങേക്ക്, ആരാധന ഒരിക്കൽ കൂടി ആരാധന അങ്ങേക്ക്, ആരാധന ആരാധന അങ്ങേക്ക്, ആരാധന എല്ലാം മറന്ന് ആരാധന അങ്ങേക്ക്, ആരാധന ആരാധന അങ്ങേക്ക്, ആരാധന അഭിഷേകത്തോടെ പാടിയേ. ആരാധന അങ്ങേക്ക്, ആരാധന
പാടിയേ. ആരാധന അങ്ങേക്ക് ആരാധന യേശുവേ. ആരാധന അങ്ങേക്ക് ആരാധന അനുഗ്രഹത്തിന് വേണ്ടി പാടിയേ. ആരാധന അങ്ങേക്ക് ആരാധന ആരാധന അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക്. നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പാടി പ്രാർത്ഥിക്കാനായിട്ട് പോവാ. നമ്മൾ ഓർക്കണം, അഭിഷേകം നൽകുന്നത് ആത്മാവാണ്. നമ്മുടെ ബന്ധനങ്ങൾ അഴിക്കുന്നത് ആത്മാവാണ്. ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവാ. ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് എൻ്റെ കെട്ടുകൾ മാറ്റണേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ ബന്ധനങ്ങൾ അഴിക്കണേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിലെ സകലവിധ കോട്ടകളും, പിശാചിൻ്റെ കോട്ടകൾ നീ തകർക്കണേ കർത്താവേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം രണ്ട് കരങ്ങളും നെഞ്ചോട് നമുക്കൊന്ന് ചേർത്ത് പിടിക്കാം. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഈ ദിവ്യകാരുണ്യത്തെ നമുക്ക് നോക്കാം. എന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നമ്മൾ ഈ പാടി പ്രാർത്ഥിക്കുന്ന നേരം കർത്താവിൻ്റെ അഭിഷേകം കടന്നു വരാൻ, ആത്മാവിൻ്റെ അഭിഷേകം കടന്നു വരാൻ ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന നേരം ആ കെട്ടുകൾ, ആ ബന്ധനങ്ങൾ, ആ തടസ്സങ്ങൾ അകന്നു പോകും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, വിശ്വാസത്തോടെ ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ഒന്നോർത്തേ, രോഗങ്ങളുണ്ടെങ്കിൽ ഒന്നോർത്തേ, വേദനകളുണ്ടെങ്കിൽ ഒന്നോർത്തേ. കർത്താവേ, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിന്റെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ ഇത് മാറ്റണേ എന്നൊന്ന് പ്രാർത്ഥിക്കേ. ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഓർക്ക്. പാവനാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത്. ജീവൻ നൽകുന്ന നിമിഷമാണിത്. ജീവിതത്തിൽ എന്തെല്ലാം തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ ക്ലേശങ്ങളോ ഉണ്ടെങ്കിൽ ഈ നിമിഷം ഓർക്ക്. ആത്മാവിൻ്റെ ശക്തിയാൽ, അഭിഷേകത്താൽ എല്ലാ ബന്ധനങ്ങളും അഴിക്കപ്പെടാൻ പോവാ. നീ എത്രത്തോളം പ്രാർത്ഥിക്കുന്നു, എത്രത്തോളം വിശ്വസിക്കുന്നു, ഈ ദിവ്യകാരുണ്യത്തെ നോക്കി നിന്റെ സങ്കടങ്ങളുടെ നടുവിൽ നീ കരയുന്നു, നിന്റെ ജീവിതത്തിന്റെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാവും. ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ ആ സങ്കടം നീ കൊടുക്ക്. കർത്താവേ, നിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ഈ തടസ്സം, ഈ സങ്കടം മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ നീട്ടിപ്പിടിച്ച് ഈ ദിവ്യകാരുണ്യത്തെ നോക്കി വിശ്വാസത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീ വാ, നിറഞ്ഞു നീ വാ എൻ്റെ ഹൃദയത്തിൽ. വിശ്വാസത്തോടെ പാടിയേ. പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീ വാ, നിറഞ്ഞു നീ വാ എൻ്റെ ഹൃദയത്തിൽ. ഇറങ്ങി നീ വാ, ഇറങ്ങി നീ വാ, നിറഞ്ഞു നീ വാ എൻ്റെ ഹൃദയത്തിൽ. സീനായി മാമലയിൽ ഇറങ്ങി വന്നവനെ. ചേർന്ന് പാടിയേ. സീനായി മാമലയിൽ ഇറങ്ങി വന്നവനെ, ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാറുവാ. ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാദേവാ. പാവനാത്മാവേ, പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി
വിശ്വാസത്തോടെ പാടി. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. അഭിഷേകത്തോടെ പാടി. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. അനുഗ്രഹത്തിന് വേണ്ടി പാടിയേ. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ദിവ്യകാരുണ്യത്തെ നോക്കി അഭിഷേകത്തോടെ പ്രാർത്ഥിച്ച്. ഒത്തിരി മക്കള് പ്രാർത്ഥിക്കുന്നുണ്ട്, അതിനച്ഛന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി അഭിഷേകം ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്. ചിലർക്ക് തടസ്സങ്ങള്, ബന്ധനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ചിലരുടെ ജീവിതത്തിൽ അത് കാണിക്കുന്നുണ്ട്. ഈ ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ എല്ലാ തടസ്സങ്ങളും സമർപ്പിച്ച് യേശുവിൻ്റെ നാമത്താൽ ഈ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം യേശുവിൻ്റെ നാമത്താൽ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ എൻ്റെ എല്ലാ ബന്ധനങ്ങളും എല്ലാ തടസ്സങ്ങളും അകറ്റപ്പെടാൻ വേണ്ടി രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളും ജീവിക്കുന്ന ദൈവത്തിന്റെ നാമം വിളിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ശബ്ദമുയർത്തി സ്തുതിക്കട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നിന്റെ അഭിഷേകം കടന്നു വരട്ടെ. സാത്താന്റെ എല്ലാ കുടിലബന്ധനങ്ങളും അകന്നു പോകട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ ഈ മക്കൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്ത്രീയന്മാരിലേക്ക് കടന്നു വന്ന പരിശുദ്ധാത്മാവേ ഈ മക്കളെ വിശുദ്ധീകരിക്കുന്ന കർത്താവേ, ഈ മക്കളെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒത്തിരി മക്കൾക്ക് ജീവിതത്തിലെ കൃപകൾ കർത്താവ് കൊടുക്കുന്നുണ്ട് ഈ നിമിഷം കേട്ടോ. ഒത്തിരി മക്കളുടെ കണ്ണീര് തമ്പുരാൻ തുടയ്ക്കുന്നുണ്ട് ഈ നിമിഷം. നീ എത്രത്തോളം പ്രാർത്ഥിക്കുന്നു നിന്റെ ജീവിതത്തിന് കൃപയുണ്ടാകും. നീ എത്രത്തോളം വിശ്വസിക്കുന്നു നിന്റെ ജീവിതത്തിൽ തമ്പുരാന്റെ അഭിഷേകം കടന്നു വരും. നീ എത്രത്തോളം നിന്റെ തടസ്സങ്ങൾ മാറ്റിവെച്ച് എൻ്റെ ദൈവമേ എന്ന് നിലവിളിക്കുന്നു, നിന്റെ ജീവിതത്തിൽ കർത്താവിന്റെ അഭിഷേകം ഉണ്ടാകും. വിശ്വസിക്കുന്നവന്റെ ജീവിതത്തില് കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് നമ്മൾ ബൈബിളിൽ ഇങ്ങനെ വായിക്കുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ ദിവ്യകാരുണ്യത്തിന്റെ മുൻപില് നിന്റെ സങ്കടങ്ങൾക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിച്ചോക്ക്. നിന്റെ രോഗങ്ങൾക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിച്ചോക്ക്. നിന്റെ ജീവിതത്തിന്റെ തടസ്സങ്ങൾക്ക് വേണ്ടി, നിന്റെ കുഞ്ഞിന് വേണ്ടി, നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിച്ചോക്ക്. നിന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാകും, കൃപയുണ്ടാകും. നീ വേറെ എവിടെയും പോണ്ട, ദൈവത്തിന്റെ അടുത്ത് വന്നിരിക്കി. ഈ ദിവ്യകാരുണ്യത്തോട് പറയ്, കണ്ണീര് വാർത്ത് പ്രാർത്ഥിക്ക്. ഈശോയെ നീ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് വരണേന്ന്, എൻ്റെ സങ്കടങ്ങളിലേക്കൊന്ന് വരണേന്ന്, എൻ്റെ വേദനകളിലേക്കൊന്ന് വരണേന്ന്, എൻ്റെ തടസ്സങ്ങളിലേക്കൊന്ന് വരണേന്ന്. നിന്റെ ജീവിതത്തിന് കൃപയുണ്ടാകും. നീ ചില കാര്യങ്ങൾക്ക് വേണ്ടി വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം. ചില രോഗങ്ങൾ മാറാൻ, ചില തടസ്സങ്ങൾ മാറാൻ, നിന്റെ കുഞ്ഞിന്റെ ജീവിതത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. നീ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഈ ദിവ്യകാരുണ്യത്തിന് മാത്രമേ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, നിന്നെ സഹായിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിന് മുമ്പിൽ കൊടുക്ക് നിന്റെ സങ്കടങ്ങൾ മുഴുവൻ, നിന്റെ വേദനകൾ മുഴുവൻ, നിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ. ദൈവമേ നീ എന്റെ ജീവിതത്തിലേക്കൊന്ന് വരണേ എന്ന് പ്രാർത്ഥിക്ക്. ഈ ദിവ്യകാരുണ്യത്തിന്റെ മുൻപിലേക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ സങ്കടങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മുടെ രോഗങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം
7-ാം അധ്യായം 7-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ? ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. കർത്താവിന്റെ മുമ്പിൽ നീ ചോദിക്ക്, അന്വേഷിക്ക്, മുട്ട്. എന്റെ ദൈവമേ, എന്റെ ജീവിതത്തിലേക്കൊന്ന് വാ, എന്റെ സങ്കടത്തിലേക്കൊന്ന് വാ, എന്റെ രോഗങ്ങളിലേക്കൊന്ന് വാ. വിശുദ്ധ യാക്കോബിന്റെ പുസ്തകം 4-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം, ദൈവത്തോട് ചേർന്ന് ചോദിക്കാം. എൻ്റെ പ്രശ്നങ്ങളുടെ നടുവില്, എൻ്റെ സങ്കടങ്ങളുടെ നടുവില്, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ഈ നിമിഷം ചെലവഴിക്കാനായിട്ട് പോവാ. സാധിക്കുന്നവരൊക്കെ നിങ്ങളുടെ നിയോഗങ്ങൾ കൂടി ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ ആവശ്യപ്പെടുക. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ശക്തിയുണ്ട്. അച്ഛൻ്റെ കരങ്ങളിൽ ഒത്തിരി നിയോഗങ്ങളുണ്ട്. ആ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങളും ആ നിയോഗങ്ങളോട് ചേർന്ന് കിടക്കുന്നതാണെങ്കിൽ, കർത്താവേ, ഈ നിയോഗത്തോടൊപ്പം എൻ്റെ നിയോഗം കൂടി സ്വീകരിച്ച് എന്നെ വിശുദ്ധീകരിക്കണേ, എന്നെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അതിനിടയിൽ പ്രാർത്ഥന നിയോഗങ്ങൾ കഴിയുമ്പോൾ കരുണ തോന്നണേ, നീ അലിവ തോന്നണേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ പ്രതിസന്ധികള്, സങ്കടങ്ങളുടെ നടുവില് തമ്പുരാന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്ന ഈ നിമിഷത്തില്, ദൈവമേ, ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കരുണ വർഷിച്ച് എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങളും നീട്ടിപ്പിടിച്ച് ഈ ദിവ്യകാരുണ്യത്തെ നോക്കി വിശ്വാസത്തോടെ എല്ലാ മക്കളും തമ്പുരാന്റെ കരുണയ്ക്ക് വേണ്ടി ഒന്ന് പാടി പ്രാർത്ഥിച്ചേ. കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ പാടിയേ. കരുണ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ നിയോഗം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിക്കുകയാണ്. അച്ഛാ, ദീർഘനാളായി ഒരു ജോലിക്ക് വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു. എന്നും തടസ്സമാണ്. എൻ്റെ ഈ തടസ്സം മാറാനും എൻ്റെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയും എൻ്റെ സാമ്പത്തിക മേഖല വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയും ജിനുവച്ച ദിവ്യകാരുണ്യനാഥനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ജിബിൻ എന്ന് പറയുന്നൊരു സഹോദരൻ്റെ പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തിരുഹൃദയനാഥൻ്റെ മുൻപിൽ അപേക്ഷിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ BSc നഴ്സിംഗ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു. എല്ലാ വിഷയത്തിനും നല്ല മാർക്ക് കിട്ടി പാസ്സായതിന് തിരുഹൃദയനാഥനോടും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അലീന മരിയ സാബു പ്രത്യേകമായിട്ട് മകളെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ഈശോയെ, എൻ്റെ നടുവേദനയെ തുടർന്ന് ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. തിരുഹൃദയനാഥനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഓപ്പറേഷൻ കൂടാതെ ചെറിയൊരു ചികിത്സ കൊണ്ട് കുറവായതിന് നന്ദി പറയുന്നു. കൂടാതെ പൂർണ്ണ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാബു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥനാ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്റ്റെഫി എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. സ്നേഹം നിറഞ്ഞ അച്ഛൻ്റെ എല്ലാ ദിവസത്തെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഈ നിയോഗം ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഒരു കുഞ്ഞിന് വേണ്ടി വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നു. 4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പ്രത്യേകമായിട്ട് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണേ. അതോടൊപ്പം സ്വന്തമായൊരു ഭവനം ഞങ്ങൾക്കില്ല, വാടക വീട്ടിലാണ് കഴിയുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഈ 2 നിയോഗത്തിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സജിത എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്. എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം കാരണം
പ്രത്യേകമായിട്ട് എൻ്റെ കുടുംബ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്നേഹം നിറഞ്ഞ അച്ഛ, എൻ്റെ ഭർത്താവിന് ഒരു മാനസാന്തരം ഉണ്ടാകാനും മദ്യപാനശീലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അതോടൊപ്പം തന്നെ എൻ്റെ 2 മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സുജ എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. അച്ഛ, വലിയൊരു കടബാധ്യതയുടെ നടുവിലാണ് ഞങ്ങൾ. വീട് പണി ആരംഭിച്ചു, പക്ഷേ അത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. വർഷങ്ങളായിട്ട് ഞങ്ങളുടെ വീട് പണി ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുന്നു. അതോടൊപ്പം തന്നെ കടബാധ്യത ഏറി വരികയും ചെയ്യുന്നു. അച്ഛൻ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കടബാധ്യത മാറാനും ഒരു വീട് പണി പൂർത്തിയാകാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആൻസി എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. എൻ്റെ വിദ്യാഭ്യാസത്തിനും കോഴ്സും കഴിഞ്ഞ് തക്കതായ ഒരു ഉപജീവനം ലഭിക്കാൻ വേണ്ടിയും ഒരു ജോലി ലഭിക്കാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം സഹോദരനായ അജീഷിന് സ്ഥിരമായി ഒരു ജോലി ലഭിക്കാനും അവൻ്റെ വിവാഹം നടക്കാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. മാതാപിതാക്കളുടെ ആരോഗ്യത്തിനും സമാധാനത്തിനും വേണ്ടിയും പ്രാർത്ഥന ചോദിക്കുന്നു. പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആൻസി എന്ന മകളെയും ആ കുടുംബത്തെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബീന എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. അച്ഛ, 45 ലക്ഷം കടബാധ്യതയുള്ള ഒരു മകളാണ് ഞാൻ. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. മുൻപിൽ ആകെയുള്ളൊരു ആശ്രയം കർത്താവ് മാത്രമാണ്. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ബീന എന്ന മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിലും ഒത്തിരി പേര് സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജിനോ എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. അച്ഛാ, ഒത്തിരി നാളായി ഒരു വിവാഹം നടക്കാനായിട്ട് പരിശ്രമിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. പല ആലോചനകളും വരുന്നു, അത് തടസ്സപ്പെട്ടു പോകുന്നു. അച്ഛൻ പ്രത്യേകമായിട്ട് എൻ്റെ വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. എനിക്ക് 33 വയസ്സുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ ജിനോ എന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഗീത എന്ന് പറയുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥനയാണ്. മകൻ സിബിൻ്റെ വിവാഹം നടക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ മകൾ സിനിയുടെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി, ഭർത്താവുമായിട്ട് എന്നും വഴക്കും ഒച്ചപ്പാടും ബഹളവുമാണ്, അതിൻ്റെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നിയോഗങ്ങളെല്ലാം നമുക്ക് സമർപ്പിക്കാം. ക്രിസ്റ്റീന എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. അച്ഛാ, ഈ വർഷം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളാണ് ഞാൻ. എനിക്ക് നന്നായിട്ട് പഠിച്ച് ഫുൾ A+ വാങ്ങിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ തീരുമാനം അതാണെങ്കിൽ നടക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ എൻ്റെ സഹോദരിക്കൊരു ജോലി ലഭിക്കാൻ വേണ്ടിയും പ്രത്യേകമായിട്ട്, ക്രിസ്റ്റി എന്നാണ് അവളുടെ പേര്, ഒരു ജോലി ലഭിക്കാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ക്രിസ്റ്റീനെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രശ്മി എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥന, PSC പഠിക്കുന്നു, നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഡാലിയ എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. വസ്തു വാങ്ങി വീട് വയ്ക്കാൻ ലോണിന് വേണ്ടി പരിശ്രമിക്കുന്നു, പക്ഷെ ലോണൊന്നും ശരിയാകുന്നില്ല. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, അച്ഛൻ്റെ വിശുദ്ധ കുർബാനയിലും പ്രത്യേകമായിട്ട് ജപമാലയിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അച്ഛൻ പ്രത്യേകമായിട്ട് എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ഡാലി എന്ന മകളുടെ നിയോഗത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ മകളുടെ എല്ലാ നിയോഗങ്ങളും നടക്കാൻ വേണ്ടി ഇതുവരെ വായിച്ചു കേട്ട എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളും ഈ ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് 2 കരങ്ങളും നീട്ടി തമ്പുരാന്റെ കരുണ എല്ലാ മക്കളിലും കടന്നു വരാൻ വേണ്ടി വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിച്ചേ. ഒരിക്കൽ കൂടി ബിനോയ് എന്ന് പറയുന്ന ഒരു മകൻ്റെ വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ സ്റ്റെഫീന എന്നീ 3 മക്കളുടെ പഠനത്തിന് വേണ്ടി അമ്മ പ്രത്യേകമായിട്ട് ധന്യ
പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. നന്നായിട്ട് പഠിക്കാനും ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളായിട്ട് വളരാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. റെജി എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ 41 വയസ്സുണ്ട്, വിവാഹം നടക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ദീപു എന്ന് പറയുന്ന ഒരു മകൻ്റെ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എൻ്റെ പപ്പയ്ക്ക് ഒരു സർജറി പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ വിക്ടർ എന്നാണ് അപ്പൻ്റെ പേര്. വിക്ടറിൻ്റെ സർജറി എത്രയും പെട്ടെന്ന് മനോഹരമായിട്ട് നടക്കാൻ വേണ്ടിയും യാതൊരുവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. മീനു എന്ന് പറയുന്ന ഒരു മകള് ക്യാൻസർ എന്ന രോഗത്തിന് അടിമയാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച വിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായിട്ടും ദിവികാരനാഥൻ്റെ സന്നിധിയിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ മീനു എന്ന മകളെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബ്ലെസ്സിൻ എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. അച്ഛാ, എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, നല്ലൊരു ജോലിക്ക് വേണ്ടി ഒത്തിരി നാളായിട്ട് പരിശ്രമിക്കുന്നു, പക്ഷെ എന്നും തടസ്സമാണ്. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ആ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബിജിൻ എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ കടബാധ്യത മാറിക്കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. വർഷങ്ങളായി അതിനു വേണ്ടി പരിശ്രമിക്കുന്നു. അതോടൊപ്പം കുടുംബ സമാധാനത്തിന് വേണ്ടിയും നല്ലൊരു വീട് പണിത് തീർക്കാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ മകനെയും ആ മകൻ്റെ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ പേര് ഷാജി എന്നാണ്. എൻ്റെ മകൻ അജീഷിന് വേണ്ടിയാണ് പ്രാർത്ഥന അപേക്ഷിക്കുന്നത്. അവന് വയസ്സ് 25. പഠിത്തം കഴിഞ്ഞിട്ട് ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഒരു ജോലി ലഭിച്ചിട്ടില്ല. അവൻ മദ്യപാനത്തിന് അടിമയാണ്. 2 വർഷമായി പള്ളിയിൽ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അവൻ്റെ മദ്യപാനശീലം മാറുവാനും പള്ളിയിൽ വരാനും പ്രാർത്ഥിക്കാനും വേണ്ടിയും അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എൻ്റെ ഭർത്താവ് ജോസ് 2 വർഷമായി മുഖത്ത് മുഴുവൻ കറുത്ത പാടുകൾ നിറയുന്നു. അതുകൊണ്ട് വീടിന് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടും മറ്റുള്ളവരെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒത്തിരിയേറെ തടസ്സങ്ങളും കാണിക്കുന്നു. അച്ഛൻ പ്രത്യേകമായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ രോഗശാന്തിക്ക് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രാജാതിരാജനായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. മനു എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. അച്ഛാ, ഞാൻ ഒത്തിരിയേറെ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു വലിയൊരു ലെറ്ററാണ്, എല്ലാം വായിക്കാനുള്ള നേരമില്ല. അതിൻ്റെ ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ. ഒരു കുടുംബ സമാധാനത്തിന് വേണ്ടി, കടബാധ്യത മാറാൻ വേണ്ടി സിനി എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒത്തിരിയേറെ നിയോഗങ്ങളുണ്ട്. തമ്പുരാൻ്റെ മുമ്പിൽ ഓർത്ത് പ്രാർത്ഥിക്കാൻ. കടബാധ്യത മാറാൻ വേണ്ടി ഫിക്സ് എന്നൊരു അസുഖം ഒരു മകൾക്കുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ ആ മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പേര് എഴുതിയിട്ടില്ല, ഒരു വിശ്വാസിനെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആ മകളെയും ആ കുടുംബത്തിൻ്റെ കടബാധ്യത മാറാൻ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ അച്ഛ, ഒത്തിരിയേറെ തടസ്സങ്ങളാൽ എൻ്റെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നു. എന്നും പ്രശ്നമാണ്. ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ വഴക്കും ഒച്ചപ്പാടുമാണ് കുടുംബത്തിലെ. കുടുംബ സമാധാനത്തിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അതോടൊപ്പം എനിക്കൊരു നല്ല ജോലി കിട്ടാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സിസിലി എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ജോയ് എന്ന് പറയുന്നൊരു മകൻ്റെ പ്രാർത്ഥന. അച്ഛൻ ഫൈനൽ ഇയർ BSc പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന എൻ്റെ മകൾക്ക് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. മകൻ MCA കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവന് നല്ല ജോലി കിട്ടാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ആ 2 മക്കളെയും ജോയ് എന്ന് പറയുന്ന ആ സഹോദരൻ്റെ കുടുംബത്തിന് വേണ്ടിയും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സുരേഷ് എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. അച്ഛാ, എൻ്റെ വീട് പണി പൂർത്തീകരിക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എയ്ഡൻ എന്ന് പറയുന്നൊരു മകൻ്റെ പ്രാർത്ഥനയാണ്. അച്ഛാ, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലും ജപമാലയിലും പ്രത്യേകമായിട്ട് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് അച്ഛൻ. ഞാൻ മാസാദി വെള്ളിയാഴ്ച നൊവേനകളിലും മാസാദി വെള്ളിയാഴ്ച ആരാധനയിലും പ്രത്യേകമായിട്ട് ഞാൻ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എയ്ഡൻ എന്ന മകൻ്റെ പ്രാർത്ഥന, വിദേശത്ത് പോകാനുള്ള തടസ്സം മാറണം. അതുപോലെ തന്നെ വിസയെ എത്രയും പെട്ടെന്ന് ലഭിക്കണം. വിദേശത്ത് പോയി നല്ലൊരു ജോലി ലഭിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ ആ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ലൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞ അച്ഛ, എൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. പ്രത്യേകം പൗലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സോജൻ എന്ന് പറയുന്നൊരു മകൻ്റെ പ്രാർത്ഥന. സ്നേഹം നിറഞ്ഞ അച്ഛ, എൻ്റെ ആൻറ്റിയുടെ വയറ്റിൽ പ്രത്യേകമായിട്ട് ഒരു മുഴ വളർന്നു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അസ്വസ്ഥതകളാൽ ഞങ്ങളുടെ കുടുംബം ഒത്തിരിയേറെ വേദനിക്കുന്നു.
അസുഖങ്ങളെല്ലാം മാറ്റി എൻ്റെ ആൻറ്റി പൂർണ്ണ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന സോജൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ചക്കനാണ് കേട്ടോ. ആ മകൻ്റെ പ്രാർത്ഥനയാണ്. ആ മകൻ അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും അനിയത്തിക്കും ഒരാപത്തും വരാതിരിക്കാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. അത് ഞങ്ങളുടെ സ്വപ്നമാണ് ഒരു ഭവനം, അത് പൂർത്തീകരിക്കാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ സോജൻ എന്ന മകനെയും ആ മകൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാം എന്ന് പറയുന്ന ഒരു മകന് ഒരു ജോലിക്ക് വേണ്ടി ഒത്തിരി നാളായിട്ട് പരിശ്രമിക്കുന്നു. ജാസ്മി, ജ്യോതി എന്ന 2 മക്കൾ, അവരുടെ മുമ്പിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു അഡ്മിഷന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുക. ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഷൈൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ പ്രാർത്ഥന, ജിനുവച്ചോ ഒത്തിരി വേദനകളും കടഭാരങ്ങളും പ്രതിസന്ധികളും നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പ്രത്യേകമായിട്ട് എൻ്റെ നിയോഗങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ എൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഷൈൻ എന്ന് പറയുന്ന മകൻ്റെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഷിബി എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥന, പ്രത്യേകമായിട്ട് ശ്വാസം മുട്ടലുണ്ട്. ആ ശ്വാസം മുട്ടൽ മാറുവാനും വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ബ്ലെസ്സി എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. വിസയുടെ തടസ്സം മാറാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അക്ഷിത എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥന, വീട് പണി പൂർത്തീകരിക്കാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നിയോഗങ്ങളെല്ലാം നമുക്ക് സമർപ്പിക്കാം. ദിവ്യകാരുണ്യനാഥൻ ഈ നിയോഗങ്ങളെല്ലാം ഇടപെട്ട് ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയും അതോടൊപ്പം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളെല്ലാം ഈ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് തമ്പുരാനെ നിന്നെ കരുണ വർഷിച്ച് ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം സാധിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങളും നീട്ടി ഈ ദിവ്യകാരുണ്യനാഥനെ നോക്കി വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിച്ചേ. ഒരിക്കൽ കൂടി കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ, അഭിഷേകത്തോടെ ഒന്നുകൂടി പാടി. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ, നാഥാ, പാപിയാണു ഞാൻ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 1-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, പക്ഷേ അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. എപ്പോഴും ഓർക്കണം, ഞാൻ എത്രയൊക്കെ പദ്ധതികൾ വിഭാവനം ചെയ്താലും തീരുമാനം കർത്താവിൻ്റെതാണ്. ആ തീരുമാനം എടുക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ നമ്മളൊക്കെ ആയിരിക്കുക. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ ദിവ്യകാരുണ്യനാഥൻ്റെ അഭിഷേകത്തോടെ ആശീർവാദം സ്വീകരിക്കുന്ന ഈ നിമിഷത്തിൽ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആവശ്യങ്ങളിൽ, എൻ്റെ നിയോഗങ്ങളിൽ അങ്ങ് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. അന്തിമമായ തീരുമാനം നിൻ്റേതാണെന്ന് ഞങ്ങൾക്കറിയാം കർത്താവേ. എൻ്റെ ജീവിതത്തെ വിശദീകരിക്കാൻ, അനുഗ്രഹിക്കാൻ കടന്നു വരണേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തെ വിശദീകരിക്കാൻ തീരുമാനമെടുത്ത് എൻ്റെ ജീവിതത്തെ അഭിഷേകം കൊണ്ട് നിറയ്ക്കാൻ കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളും, എല്ലാ വേദനകളും, എല്ലാ സങ്കടങ്ങളും, നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാ ആവശ്യങ്ങളും ഈശോയുടെ മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തം
രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദിവികാരനാഥന്റെ മുൻപിൽ ആരും കുമ്പിടണ്ട. ദിവികാരനാഥനെ എല്ലാവരും നോക്കണം. രണ്ട് കരങ്ങൾ നീട്ടിപ്പിടിക്കണം. പറ്റാവുന്ന ശബ്ദത്തിൽ ഈശോയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ എപ്പോഴും ഓർക്കണം, നിലവിളിക്കുന്നവൻ്റെ മുൻപിലാണ് കർത്താവ് നിൽക്കുക. നമ്മുടെയൊക്കെ നാട്ടിൽ പറയാറില്ലേ, കരയുന്ന കൊച്ചിനെ പാലുള്ളൂ. കരയണം നീ ദൈവത്തിൻ്റെ മുമ്പിൽ, നിലവിളിക്കണം നീ ദൈവത്തിൻ്റെ മുമ്പിൽ, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ ഈ പ്രശ്നത്തിലേക്ക് നീ ഒന്ന് വരണേ എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിൻ്റെ തടസ്സങ്ങൾ അകറ്റുക, കെട്ടുകൾ പൊട്ടിക്കുക, ബന്ധനങ്ങൾ അഴിക്കുക, പിശാചിൻ്റെ എല്ലാ കുടിലതന്ത്രങ്ങളും മാറ്റിക്കളയുക. അതുകൊണ്ട് എല്ലാ മക്കളും രണ്ട് കരങ്ങളും നീട്ടി എല്ലാം മറന്ന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമം വിളിച്ച്, പരിപാവനമായ നാമം വിളിച്ച്, ശക്തിയുള്ള നാമം വിളിച്ച് വിശ്വാസത്തോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.